നിങ്ങൾ സംസാരിച്ചിരിക്കും, ഞാൻ ജ്യൂസ് കൊണ്ടുവരാം. അയ്യോ വേണ്ട, എടുക്കട്ടെടോ. അപ്പോഴേക്കും നമുക്ക് കുറച്ച് സംസാരിച്ചിരിക്കാനേ. അല്ല, തന്റെ ജീവേട്ടൻ ആളെങ്ങനെ? ഏട്ടാ വേണ്ട. മാറിക്കടി, എടി മാറിക്കടി അങ്ങോട്ട്. എന്റെ വീട്ടിലുള്ള പെണ്ണുങ്ങളോട് മര്യാദയ്ക്ക് പെരുമാറണമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലടാ. അതിന് ഞാനെന്ത് മര്യാദകട കാണിച്ചേ? ഞങ്ങളിവിടെ അന്തസ്സോടെ നിന്ന് സംസാരിക്കല്ലേ. നിന്റെ ചേച്ചിയുടെ അന്തസ് എന്താണെന്ന് നീ എന്നെ പഠിപ്പിക്കണ്ട. അവൾ എന്താണെന്ന് എനിക്കും ഈ നാട്ടുകാർക്ക് മുഴുവനും അറിയടാ. എന്റെ ചേച്ചിയെ കുറിച്ച് വല്ലതും പറഞ്ഞോണ്ടല്ലോ. ഏട്ടൻ എന്താ ഭ്രാന്താണോ? മിണ്ടി പോവരുത് നീ. വീട്ടിൽ നിന്ന് നീ ഇറങ്ങിയത് ഈ കാര്യത്തിലാണോ? വഴിവെക്കൽ നിന്നെ പിടിച്ചു നിർത്തി സംസാരിക്കാൻ ഇവൻ എന്താണ് ഈ പ്രത്യേകത? മിസ്റ്റർ, നിങ്ങൾ എല്ലാ കാര്യത്തിലും ഇങ്ങനെ സംശയത്തോടെ നോക്കുന്നോണ്ടാ ഈ കുഴപ്പം. ഈ നാട്ടിൽ ആണിനും പെണ്ണിനും സംസാരിച്ചുകൂടെ? സത്യത്തിൽ എന്താ നിങ്ങളുടെ പ്രശ്നം? ഇതൊരു ഉപദേശമായിട്ട് കണക്കാക്കണ്ട. അതിനുള്ള പ്രായവും എനിക്കില്ല. എന്നാലും പറയാം, നിങ്ങളൊരു നല്ല സൈക്കാട്രിസ്റ്റിനെ കാണണം. എന്നിട്ട് നിങ്ങളുടെ ഈ വൃത്തികെട്ട തോന്നലൊക്കെ അയാളോട് പറയണം. നിങ്ങൾക്ക് വേണ്ട ചികിത്സ അയാൾ തരും. ഓ, അപ്പൊ ഞാനൊരു സൈക്കോ ആണെന്ന് നിന്റെ ചേച്ചി നിനക്ക് കൃത്യമായിട്ട് പറഞ്ഞു തന്നു അല്ലേ? എന്തൊക്കെയാണ് ഒരു സൈക്കോയുടെ ലക്ഷണം? ഏട്ടാ വേണ്ട. അടിച്ച് നിന്റെ ചെവിക്കല്ല് ഞാൻ തിരികെ മാറി നിൽക്കണേ. പറയടാ, എന്തൊക്കെ കാണിക്കുന്നവൻ നീ സൈക്കോ എന്ന് പറയുന്നേ? സ്വന്തം വീട്ടുകാരെ സ്നേഹിക്കുന്നവനെ, അതോ അവരോട് പൊസസീവ്നെസ് കാണിക്കുന്നവനെ? അതോടെ നീ സൈക്കോ എന്ന് ഉദ്ദേശിക്കുന്നേ? നിന്നെപ്പോലുള്ള തെരുവ് തെണ്ടികളെ അവര് നോക്കരുതെന്ന് നിർബന്ധം പിടിക്കുന്നവനെ ആണോടാ? എന്നാ നിനക്ക് ഞാൻ പറഞ്ഞുതരാം. എനിക്കിപ്പോ നിന്നെ കൊല്ലാനാ തോന്നുന്നേ. ഈ പെരുവഴിയില് ഈ പട്ടാപ്പകല് നിന്നെ കൊല്ലണമെന്നുള്ള തോന്നലുണ്ടല്ലോ, അതാണ് ഒരു സൈക്കോയുടെ ലക്ഷണം. ആ ലക്ഷണം നീ അനുഭവിച്ചും അറിഞ്ഞിട്ടും പോയാ മതിയടാ. നിന്റെ ഈ പെടച്ചില് കാണുമ്പോ എനിക്ക് കിട്ടുന്ന സന്തോഷമുണ്ടല്ലോ, അതാണ് നീ പറഞ്ഞ രോഗത്തിനുള്ള മരുന്ന്.
ഇവളോട് ഇപ്പം ഇതിൽ ചോദിക്കാൻ പോകുന്നതിൽ കാര്യമില്ല. കൂടെയുള്ള ഇവളെ ഒഴിവാക്കി നിത്യ എവിടേക്കാണ് പോയതെന്ന് കണ്ടുപിടിക്കണം. ഞാൻ എങ്ങനെ ഇരിപ്പായതുകൊണ്ട് അടുക്കളപ്പണി അടക്കം ദീപന്റെ തലയില. പുള്ളി നന്നായിട്ട് കഷ്ടപ്പെടുന്നുണ്ട്. വല്ലാത്ത സ്നേഹം. ഒരു കാര്യം എനിക്ക് അങ്ങോട്ട് പറയേണ്ടി വരാറില്ല. നിത്യയുടെ ആളെങ്ങനെയാ? നല്ല സ്നേഹ, ഫാമിലി നല്ലതാ. എന്റെ അമ്മ കൂടെ കൂടെ പറയും, ദാമ്പത്യത്തിൽ ഒരു നല്ല ബന്ധം കിട്ടുകയെന്ന് പറഞ്ഞാ ലോട്ടറി അടിക്കുന്ന പോലെയാന്ന്. അത് സത്യമല്ലേ? എത്ര പേരാ കുടുംബ പ്രശ്നങ്ങളിൽ വീർപ്പുമുട്ടി കഴിയുന്നേ? രണ്ട് പെണ്ണുങ്ങളെ തനിച്ച് സംസാരിക്കാൻ വിട്ടാലേ ഉടനെ തന്നെ ഭർത്താക്കന്മാരുടെ പോസ്റ്റ്മോർട്ടം ആയിരിക്കും നടത്തുന്നത്. ഇവിടെ അത് തന്നെയല്ലേ സംഗതി. കാര്യം അതൊക്കെ തന്നെയാ. പക്ഷേ അമൃത 100 മാർക്കും തന്നിട്ടുണ്ട്. ഹോ, എന്റെ ദൈവമേ, ഭാഗ്യം. താൻ ജ്യൂസ് കുടിക്ക്. നിങ്ങൾ ഇരിക്കി, ഞാനിപ്പോ വരാം. അയ്യോ, എനിക്ക് പോണം, പോയേ പറ്റൂ. അല്ല, താൻ ഇരിക്കടോ, പോലെ ഞങ്ങൾ തന്നെ ഇവിടെ തടഞ്ഞു വെക്കാനൊന്നും പോകുന്നില്ല. താനിത് കുടിക്ക്, ഞാൻ അപ്പോഴത്തേക്കും വരാം. എന്റെ കാലൊന്ന് ശരിയാവട്ടെ, എന്നിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ നിത്യയുടെ വീട്ടിലേക്ക് വരുന്നുണ്ട്. എല്ലാവരും ഒന്ന് പരിചയപ്പെട്ടിരിക്കാല്ലോ. അതിനെന്താ, വന്നോളൂ. ആ ജീവ, ഞാനല്ല. ആരാ? താനെന്താണോ മതിലിന് പിന്നിൽ നിൽക്കുന്നേ? ഞാനേ ഓഫീസിൽ പോകുന്ന വഴിയാ, ഒന്ന് തല കാണിച്ചിട്ട് പോവാന്ന് വെച്ചു. താൻ അകത്തോട്ട് കയറി വാടോ. ഓ, ആ വാ, ദേ ജീവൻ, പ്രകാശ്. അതെ അതെ. ആ ഹലോ ജീവൻ. ഹലോ. അല്ല, ചടങ്ങിന് ആന്റി വന്നില്ലേ? അല്ല, ഭാര്യ അയക്കുമെന്ന് പറഞ്ഞ്, എന്നിട്ട് ആളെ ഇതുവരെ കണ്ടില്ലല്ലോ. നിത്യ ഇങ്ങോട്ട് എത്തിയില്ലേ? ഇല്ല, എത്തിയില്ല. എന്തു പറ്റി? വീട്ടിലെ എന്തോ തിരക്കുണ്ടെന്ന് പറഞ്ഞു. ഞാൻ കരുതി ഇങ്ങോട്ട് പോന്നിട്ടുണ്ടാവുന്നു. അത് കുഴപ്പമില്ല, നിത്യ വരുമ്പോ വരട്ടെ, താൻ കയറിയിരിക്കടോ. അയ്യോ ഇല്ല, ഞാൻ കയറുന്നില്ല. എനിക്ക് ഓഫീസിൽ പോയിട്ട് കുറച്ച് പരിപാടിയുണ്ട്. ചടങ്ങ് ഇപ്പൊ തുടങ്ങും, അത് കഴിഞ്ഞിട്ട് പോവാൻ ജീവ. ഐ എം റിയലി സോറി. പറ്റാത്തോണ്ടാ? എന്നാ ഞാനൊരു ചായ എടുക്കാം, അത് കുടിച്ചിട്ട് പോയാ മതി. ഞാനൊന്ന് ഓഫീസിൽ പോയിട്ട് ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരാം. ഓക്കെ? അപ്പൊ വീട്ടിലുള്ള എല്ലാവരോടും എത്തുമല്ലോ. ഇതും പറഞ്ഞ് താൻ മുങ്ങയില്ലല്ലോ.
ഇല്ല, ആ. ഞാൻ ഉറപ്പായിട്ടും തിരിച്ചു വരും. ഓക്കെ. വന്നില്ലെങ്കിൽ ഞങ്ങൾ മാഡത്തോട് കംപ്ലൈന്റ് ചെയ്യുവേ. ഓ ചെയ്തോ, ശരി എന്നാ. നീ വാ. ജ്യോതി ഒഴിവാക്കി ഇവിടെ എത്തിയിട്ടുമില്ല. അതായത് വേറെ എവിടെയോ ആരെയോ അവൾക്ക് കാണാനുണ്ട്. അമൃത, സോറി. ചടങ്ങിന് മുഹൂർത്തമുള്ളതാ. ഇനിയും വൈകിയാൽ ശരിയാവില്ല. ദീപനോടൊന്ന് പറഞ്ഞാ മതി. നിക്കൂട്ടി. ഇല്ല, എനിക്ക് പോണം. എടോ, ആളെവിടെ? ഇറങ്ങി. താൻ നല്ല ആളാ. ഒരു പ്രസന്റ് കൊടുക്കണം, അത് എടുത്തിട്ട് വാന്നൊക്കെ പറഞ്ഞ് അതിനു മുമ്പ് അയാളെ വിട്ടോ? ഇരിക്കണ്ടേ? ഒരു കാര്യം ചെയ്യാം, ഞാനിത് അയാൾക്ക് കൊടുത്തിട്ട് വരാം. പോയി കൊടുത്തിട്ട് വാ. തന്റെ തലയാട്ടലിന്റെ കാര്യം എനിക്ക് മനസ്സിലായി. ഞാൻ കൊണ്ട് കൊടുത്തിട്ട് വരാം. ഏയ് നിത്യ, ഒന്ന് നിന്നേ. താൻ എന്ത് പണിയാടോ കാണിച്ചത്? ഞാൻ മുറിക്കകത്ത് പോയി തിരിച്ചെത്തിയപ്പോഴേക്കും താനങ്ങ് മടങ്ങിപ്പോയി. ഇതാണോ പരിചയക്കാർ തമ്മിലുള്ള മര്യാദ? സോറി ദീപൻ, ഞാൻ വല്ലാതെ വൈകിയിരുന്നു. തന്നെ ഒരു 10 മിനിറ്റ് പിടിച്ചു നിർത്തിയതിന്റെ സകല കുറ്റങ്ങളും ഞാൻ ഏറ്റു. ഇതേ അമൃതയുടെ വക ഒരു പ്രസന്റാ. ഇതെടുക്കാനാ ഞാൻ പോയത്. അയ്യോ, എനിക്കൊന്നും വേണ്ട. എടോ, ഇതിൽ പ്രത്യേകിച്ചൊന്നുമില്ല. ഒരു സാരിയാ. താനിത് കയ്യിൽ വെക്കേ. വേണ്ട ദീപൻ, അങ്ങനെയൊന്നും വാങ്ങിച്ചാ ശരിയാവില്ല. എടോ, ഇത് ഭയങ്കര കഷ്ടമാണല്ലോ. താൻ എന്താ എന്നെ അമൃതയും അന്യരായിട്ടാണോ കാണുന്നത്? അയ്യോ, അങ്ങനെയൊന്നുമില്ല. അതെ, ഇത് താൻ വാങ്ങിച്ചില്ലെങ്കിലേ ഇന്ന് മുഴുവൻ ചിലപ്പോ തന്റെ പിന്നാലെ ഞാൻ നടന്നു എന്ന് വരും. തനിക്കറിയാലോ കോളേജ് തൊട്ടുള്ള എന്റെ ശീലങ്ങള്. വാശി കയറിയാ പിന്നെ യാതൊരു വിട്ടുവീഴ്ചയില്ല. അന്നും അതെ, ഇന്നും അതെ. അതെ, താൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് ഇറങ്ങണം കേട്ടോ. അമൃതയ്ക്ക് തന്നെ ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട്. പിന്നെ ഇനി വരുമ്പോൾ അല്പസമയം ഞങ്ങളുടെ കൂടെ ചെലവഴിക്കാൻ തയ്യാറായിട്ട് തന്നെ വന്നാൽ മതി. താൻ തന്നെ ഹസ്ബൻഡിനെയും കൂട്ടിക്കൊണ്ടുപോവാ. പിന്നെ ഞങ്ങൾക്ക് നല്ലൊരു സുഹൃത്തും ആവുമല്ലോ. ശരി, ഞാൻ വരാം. ശരി, ഞാൻ ഇനി തന്നെ ബുദ്ധിമുട്ടിക്കുന്നില്ല. തന്റെ ടെൻഷനിലുള്ള നിപ്പ് കണ്ടിട്ട് എനിക്ക് തന്നെ പേടിയാവുന്നുണ്ട്. എന്നാ ശരി. ആ നിത്യ, മിലിറ്ററിയിലുള്ള രഘു അതല്ലേ അച്ഛന്റെ പേര്? അതെ. എന്നാ ശരി. ഇവനാരാ? അപ്പൊ ഇവനെ കാണാൻ വേണ്ടിയാണ് ജ്യോതി ഒഴിവാക്കി ഇവള് വന്നത്. വരട്ടെ, ഇതിനുള്ള പണി അവൾക്ക് വീട്ടിലെത്തുമ്പോൾ റെഡിയായിരിക്കും. രാഹുകാലം കഴിഞ്ഞ ഉടനെ ചടങ്ങ് നടത്താന്നാ ജ്യോത്സ്യം പറഞ്ഞത്. എന്നാ പിന്നെ തുടങ്ങാല്ലേ? ആ. ഭഗവാനോട് നന്നായിട്ട് പ്രാർത്ഥിച്ചോളൂ, എന്നിട്ട് ചടങ്ങ് നടത്തിക്കോളൂ. ഒരു വിഘ്നവും വരില്ല.
എന്താ വൈകിയേ? അത് ഞാനും നിത്യേച്ചിയും കൂടെ ഒരുമിച്ച് ഇറങ്ങി. നിത്യേച്ചി എവിടെ? നിത്യ ഇങ്ങോട്ട് വന്നില്ലല്ലോ. വന്നില്ലേ? കുറച്ചു മുമ്പ് ജീവൻ വന്നിരുന്നു. കുറെ നിർബന്ധിച്ചിട്ടും ജീവൻ നിന്നില്ല. ഓഫീസിലൊന്ന് പോയിട്ട് വരാന്നാ പറഞ്ഞേ. അപ്പോഴേക്കും നിങ്ങൾ രണ്ടുപേരും എത്തുമെന്നും പറഞ്ഞു. മണിച്ചേച്ചി ഞാനിപ്പോ വരാവേ. ഇനി നീ എങ്ങോട്ടാ പോകുന്നേ? അല്ല, ഞാനൊരു ഫ്രണ്ടിനെ കണ്ട് സംസാരിച്ച് നിന്നപ്പോൾ നിത്യേച്ചി ഇങ്ങ് പോന്നായിരുന്നു. പാവത്തിന് വഴിതെറ്റി പോയോന്നറിയില്ല. ഞാനൊന്ന് നോക്കട്ടെ. നിങ്ങൾ ഇങ്ങോട്ട് വരില്ലേ? വരാം, ഇപ്പൊ തന്നെ വരാം. ആ ശരി. ഈശ്വര, ഈ നിത്യേച്ചി ഇതെവിടെ പോയി? ഇതെന്താ വഴി തെറ്റിപ്പോയോ? ഇല്ല. ജ്യോതി വന്ന് തിരക്കി. നിത്യ വന്നിട്ടില്ലെന്ന് അറിഞ്ഞപ്പോ വഴി തെറ്റിയതാന്ന് വിചാരിച്ച് തിരക്കിട്ട് തിരിച്ചുപോയി. അയ്യോ, ഇനിയിപ്പോ എന്ത് ചെയ്യാനാ? എന്ത് ചെയ്യാനാ? ഇവിടെ നിക്ക്, ജീവൻ ഇപ്പൊ വരും. ഇല്ല, ജീവൻ വരില്ല. ജീവൻ ഓഫീസിൽ പോയി. ആര് പറഞ്ഞു? ജീവൻ ഇവിടെ വന്നിരുന്നല്ലോ. ജീവൻ ഓഫീസിൽ പോയിട്ട് ഇപ്പൊ തന്നെ തിരിച്ചെത്താന്നാ പറഞ്ഞേ. എന്തായാലും വല്ലാത്ത വരവും പോക്കായിപ്പോയി എല്ലാവരുടെയും. ചേച്ചി, ഞാനിന്ന് പൊക്കോട്ടെ? അതെങ്ങനെയാ? ഇത് കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചിട്ട് പോവാം. അത് കഴിഞ്ഞ് പോയാ മതി. അല്ല, ഞാനൊന്ന് ജ്യോതിയെ നോക്കട്ടെ. എന്നാ വാ, നമുക്ക് രണ്ടുപേർക്കും നോക്കാം. അല്ല, ചടങ്ങ് നടക്കല്ലേ. ചേച്ചി ഇവിടെ നിൽക്ക്. നിത്യ, ആ? പോയിട്ട് വരണം കേട്ടോ. ഉം. ജീവൻ നിന്നിട്ടുണ്ടെങ്കിൽ അത് എന്നെ പരീക്ഷിക്കാൻ വേണ്ടി തന്നെ. വിട്ടുപോയില്ലേ ഈശ്വര. ഇനിയിപ്പോ ചെന്നാ ഞാൻ എന്താ പറയാ? എന്താ നിങ്ങൾ ഈ പറയുന്നത്? നിത്യമോളെ ചടങ്ങ് നടക്കുന്ന വീട്ടിൽ എത്തിയിട്ടില്ലാന്നോ? അവിടെ പോയി അന്വേഷിച്ചത് കൊണ്ടാണ് ഞാനീ പറയുന്നത്. അതിനുശേഷം ചെന്ന് ജ്യോതിയും കണ്ടിട്ടില്ല. അല്ല, നിങ്ങൾ ഒരുമിച്ചല്ലേ ഇവിടുന്ന് ഇറങ്ങിയത്? പിന്നെ നിത്യമോള് തനിച്ചാവുന്ന എങ്ങനെയാ? അത് വഴിയിൽ എന്റെ കൂട്ടുകാരെ കണ്ടപ്പോ അവരുമായിട്ട് ഞാൻ സംസാരിച്ചു നിന്നു. നിത്യേച്ചിക്ക് ഞാൻ കൃത്യമായിട്ട് വഴി പറഞ്ഞു കൊടുത്തതാ. കൂട്ടുകാരെ വഴിയിൽ കണ്ട ആവശ്യം പറഞ്ഞു പോകാൻ അറിഞ്ഞൂടെ? ഈ വീടിന്റെ അകമല്ലാതെ പുറം ലോകം എന്താന്ന് നേരെ കണ്ടിട്ടില്ല നിത്യമോള്. എന്നിട്ട് തനിച്ചു വിട്ടേക്കുന്നു. ഒഴിവാക്കാൻ പറ്റാത്ത സുഹൃത്തുക്കളെ ആയിരിക്കും ഇവള് വഴിവെച്ച് കണ്ടത്, അല്ലേടേ? என்ன இது சார்? யாராவது ஒரு ஆளு நித்யா மரத்தை கூப்பிட்டு பாருங்க. அல்லாத எப்படி? കിട്ടുന്നില്ല. ഫോൺ കിട്ടാതിരിക്കാൻ പല കാരണങ്ങളുണ്ടാവും.
ചിലപ്പോൾ കണക്ഷൻ പ്രോബ്ലം ആയിരിക്കും. അല്ലെങ്കിൽ തൽക്കാലം ആരെയും വിളിക്കണ്ടെന്ന് തീരുമാനിക്കുകയും ചെയ്യാലോ. ഏയ്, മോൾക്ക് അങ്ങനെയൊക്കെ ചെയ്യേണ്ട കാര്യം എന്താ? സുജാതെ, ഇതിൽ സംശയിക്കേണ്ട കാര്യമൊന്നുമില്ല. മോൾക്ക് എവിടെയോ വഴിതെറ്റിപ്പോയിട്ടുണ്ട്. ഒന്നാമതേ, നമ്മുടെ ഈ റെസിഡൻഷ്യൽ ഏരിയയിൽ എല്ലാ വഴികളും ഒരുപോലെ. വാ, നമുക്കൊന്ന് പോയി നോക്കാം. വാ. ആ ദാ നിത്യമാണ് വന്നത് സാർ. താനിത് എവിടെയായിരുന്നു? ഇവിടുന്ന് ഫംഗ്ഷൻ നടക്കുന്ന വീട്ടിലേക്കല്ലേ തന്നെ പറഞ്ഞയച്ചേ? അതിൻ്റെ ഇടയിൽ വേറെ ആരെ കാണാനാ പോയേ?